കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഹൃദയം കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ എന്നിലോ രാഗഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഹൃദയം കൈമാറും അനുരാഗമേ. ഹായ് മക്കളെ, അപ്പോഴും അമ്മയുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, എന്നിട്ട് മുടി ചെയ്തി കെട്ടി. ഇനി അമ്മയുടെ രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പൗഡർ കിട്ടുന്നുണ്ട്. അപ്പം ആദ്യം എന്നിട്ട് ഉടനെ പൗഡർ മുഖം കഴുകി പല്ലൊക്കെ തേച്ച് എന്നിട്ട് അമ്മേനെ പൗഡർ ഇടും. കാരണം അമ്മ ഈ പൗഡർ ഇട്ടില്ലെങ്കിൽ ഈ തൈലം ചൊല്ലും. നമ്മളാ പൗഡർ ഇട്ട് അപ്പം സുന്ദരിയായി. പിന്നെ അമ്മയുടെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണിലൊഴിക്കുന്ന മരുന്ന്, പിന്നെ വായിലടിക്കുന്ന മരുന്ന്. അപ്പം അമ്മ ആദ്യം വായിലടിക്കുന്ന സ്പ്രേ ആണ് അടിക്കുന്നത്. കണ്ട, ഇങ്ങനെയാണ് അടിക്കുന്നത്. നാണുമില്ല പുറകോട്ട്. ഇത് കുലുക്കി വായിലോട്ട് വെച്ചടി. അടിച്ച് ഇനി നമുക്ക് അമ്മയുടെ കണ്ണിലൊഴിക്കുന്ന മരുന്ന്. അപ്പം അമ്മ ഈ കണ്ണിലൊഴിക്കുന്ന മരുന്ന് ഒഴിക്കുവാണ്. അപ്പം അമ്മ കണ്ണിലൊഴിക്കുന്ന മരുന്നൊക്കെ ഒഴിച്ച് ഇനി ഒരു 5 മിനിറ്റ് അമ്മ ഇരുന്നതിന് ശേഷമേ ചായ കുടിക്കത്തുള്ളൂ. 5 മിനിറ്റ് കണ്ണടച്ചിന് ഇരിക്കും. നല്ല എരിയുണ്ട് കേട്ടാ കണ്ണിലൊഴിക്കുന്ന മരുന്ന്. അഞ്ച് മിനിറ്റൊന്നും ആയില്ല, 1 മിനിറ്റ് ആയുള്ളൂ ഞാൻ കണ്ണോടത്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാം. എല്ലാവരും ചായ കുടിച്ചോ? ചായ ഇട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് 1 കപ്പ് ചായ ഉണ്ട്. പക്ഷെ ഇത്രയും ഞാൻ കുടിക്കത്തില്ല, കുറച്ച് കുടിക്കും. എന്നിട്ട് ബാക്കി നമുക്ക് പുട്ട് പിഴുകാൻ വെച്ചിട്ടുണ്ട്. പുട്ട് പിഴുകണം കാണിക്കാം. അപ്പം അതിൻ്റെ കൂടെ പകുതി കുടിക്കട്ടെ. എല്ലാവരും ചായ കുടിച്ചോ? കുടിച്ചില്ലെങ്കിൽ വന്നാൽ ചായ തരാം. ഇത് കുപ്പി ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ഉണ്ട് ചായ. കപ്പിനകത്തായിട്ടാണ് 1 കപ്പ്. വേണമെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് ചായ തരാം. ഓക്കെ, അപ്പം ചായ കുടിക്കട്ടെ. ചൂടുണ്ട്. ഏതൊക്കെ കുടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ഇവിടെ മക്കളെ, അമ്മ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുറച്ച് പയർ രാവിലെ അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അരി ഇട്ടിട്ടുണ്ട് വേവിച്ച്. പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ച്, ഒരു കുറ്റി പുട്ട് മതി. അപ്പം അതിൻ്റെ മാവ് നനച്ച് വെച്ച് തേങ്ങ കുറച്ച് തിന്നി പുട്ടിനുമുണ്ട്, കുറച്ച് പയർ ബാക്കി തോർത്ത് വെക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ ചില്ലിട്ടിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങാം. അപ്പം അമ്മ ഇന്ന് പുട്ട് പുഴുങ്ങുന്നത് ഒരു പ്രത്യേക രീതിയിലാണേ. അമ്മയിന്ന് പുട്ട് പിഴുന്ന ഒരു പ്രത്യേക രീതിയിലാട്ടോ. നമുക്ക് ഈ പുട്ടും കണ്ടോ എങ്ങനെ ഇന്നലെ മേടിച്ച ഏത്തപ്പഴത്തിൻ്റെ ബാക്കി ഞങ്ങൾ തിന്നും. അപ്പം ഏത്തപ്പഴം നമുക്ക് തൊഴിച്ച് ഏത്തപ്പഴം ഇട്ട് പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊച്ചുങ്ങൾക്കൊക്കെ പഴം കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഈ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. പഴം കഴിക്കാത്ത പിള്ളേർക്ക് മഴ ആയിരുന്നിട്ടുണ്ട്.
ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങ ഇട്ടതിലോട്ട് നമുക്ക് 2 ഏത്തപ്പഴം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ നനച്ച് വെച്ച പുട്ടിൻ്റെ മാവ്, അമ്മയ്ക്ക് ഇച്ചിരി മാവ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഈ ഉണ്ട വരട്ടി പുട്ട് പിഴുകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അമ്മ ഇച്ചിരി അങ്ങനെ വെള്ളം കൂട്ടി എടുത്തത്. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഒരിച്ചിരി മാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഏത്തപ്പഴം ഇടാം. കുറച്ച് ഏത്തപ്പഴം ഇട്ടു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇടാം. പുട്ടിൻ്റെ പൊടിയിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഏത്തപ്പഴം, ഞാൻ റൗണ്ടിന് കണ്ടിച്ച് ഏത്തപ്പഴം ഉണ്ടല്ലോ, ഞാനടുത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് വെച്ച് എന്നിട്ട് ഇനി നമുക്കിത് ഇതിൻ്റെ പുറത്തൊരു ഇച്ചിരി തേങ്ങയും കൂടെ വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ട് നമുക്കിത് അടച്ചതിന് ശേഷം നമുക്ക് ആവി കുളത്തിലോട്ട് വെക്കാം. ഇനി അവിടെ നിന്ന് ആവി വരട്ടെ. കണ്ട ആവി വരട്ടെ. ഇത് പുഴുങ്ങിയ തവണ അപ്പോഴേ പറഞ്ഞാൽ നമ്മൾ പുട്ടൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. അരി ഊറ്റി വെച്ച് ഇപ്പം നമുക്ക് പുട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് പുട്ട് കഴിക്കാം. ഓക്കെ, എല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? കണ്ട ഏത്തപ്പഴം കണ്ട സൂപ്പറായിട്ട് വെന്ത്. നമുക്ക് പുട്ട് കുത്തി ഇടാം. അടിപൊളി ടേസ്റ്റ് പുട്ട്, സൂപ്പർ പുട്ടായി. പുട്ടും പയറും. പിന്നെ അമ്മ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്ട് കുറച്ച് ഞണ്ടും വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് അയലയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. പിന്നെ അയല ഇതിന് ചെയ്യാം, നോക്കട്ടെ. അപ്പോൾ ആ പയർ താണ്ടെ കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എനിക്ക് തോരൻ വെക്കാനുള്ളത്. അപ്പോൾ പയറും പുട്ടും, പിന്നെ നമുക്ക് ചൂട് പുട്ടെടുത്ത്, നല്ല ചൂട്, മക്കളായ ചൂട്. പതുക്കെ കഴിച്ച് കാണിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ചൂട്. അപ്പം സമാധാനമായിട്ടിരുന്ന് അമ്മ ചൂട് പുട്ടും ഏത്തപ്പഴവും പയറും കഴിക്കട്ടെ. എല്ലാ മക്കളും രാവിലെ ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോഴേ മക്കൾ അമ്മയ്ക്ക് മുട്ടനൊരു പണി കിട്ടി. അമ്മ ഞണ്ടൊക്കെ കണ്ടിച്ച് ഇവിടെ വെച്ച്, ചോറ് കൂട്ടി ഞണ്ടിനുള്ളത് അരച്ചും വെച്ച്, പയർ തോരൻ വെക്കാനും എല്ലാം ചുട്ടപ്പോഴത്തേനും ഗ്യാസ് പണി വെപ്പിച്ച്. ഗ്യാസ് അങ്ങോട്ട് തീർന്നു പോയി. അപ്പോഴും അമ്മ ഇനി ഗ്യാസ് ഏജൻസിയിൽ പോയി എടുത്തുകൊണ്ട് വരണം. അപ്പം അമ്മ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോഴേ മക്കൾ അമ്മ ഗ്യാസ് തീർന്നതാ. ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കി അടുപ്പൊക്കെ കത്തിച്ച് ആ പയർ തോരനുള്ളത് വെച്ച്, പിന്നെ ഒരു കപ്പ മേടിച്ചായിരുന്നു. അപ്പോൾ ആ കപ്പ വേവിക്കാനായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച് പാൻ വെച്ച് നമ്മൾ ഇത്ര ഞണ്ടിരിപ്പില്ലേ, ഈ ഞണ്ട് കറി വെക്കാൻ തക്കാളി പച്ചമുളക് അരിഞ്ഞ് വെച്ച്, തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ മല്ലിപ്പൊടിയും കൂടെ അരച്ച്, ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ അരച്ച്, ഇച്ചിരി തേങ്ങ അരച്ചതാണത്. അപ്പോൾ ഞണ്ട് നമ്മളിന്ന് തേങ്ങ ഇച്ചിരി അരച്ച് ഇങ്ങനെയാണ് വെക്കുന്നത് കറി. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് തക്കാളി പച്ചമുളക് ഈ കരി വെച്ച് ഞണ്ട് വെട്ടുകൾ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചാണ് നമ്മൾ ഞണ്ട് വെക്കുന്നത്. എന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കപ്പ ഉള്ളതുകൊണ്ടാണ് ഞണ്ട് ഇങ്ങനെ വെക്കുന്നത്. റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ കപ്പ ഇട്ടപ്പോൾ ഉപ്പില്ല, ഉപ്പ് കൊടുക്കാം. അതെ, ഉപ്പ് കൂടിട്ട് പിന്നെ ഒരു അയല കഷ്ണം നമ്മൾ വറുക്കാനെടുത്ത് കണ്ട. അപ്പം
ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് വേവട്ട്. ഇത് തിളച്ച് ഉപ്പ് നോക്കട്ടെ. ഉപ്പിട്ടായിരുന്നു ഇപ്പം. ഇനി ഞണ്ടൊക്കെ കിടന്ന് തിളച്ച് സെറ്റായിട്ട് വെന്തതിന് ശേഷം നമ്മൾ കാണിക്കാം. എല്ലാം അപ്പോഴേ നമ്മൾ ഞണ്ടറി എല്ലാം വെന്ത് സെറ്റായിരിക്കുന്നുണ്ട്. അമ്മ അപ്പം അതൊരു പാത്രത്തിൽ ഒഴിച്ച് കുറച്ച് ഞണ്ടറി ഉള്ളായിരുന്നു. കണ്ട ഞണ്ടറി വെന്ത് നമ്മളത് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാൻ അങ്ങോട്ട് കഴുകി അതിനകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ ഒരു കഷ്ണം അയില കഷ്ണം ഉണ്ടായിരുന്നു അതും അങ്ങോട്ടിട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നോ അങ്ങാടി കടയിൽ നിന്ന് മുളക്. അപ്പോൾ ആ മുളകും കൂടെ നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റായി മുളക് വറുത്ത് കഴിക്കാം. അപ്പോൾ ആ മുളക് കൂടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? പിന്നെ പയർ തോരനുണ്ട്. സെറ്റായി തലപ്പൊക്കെ ഇട്ട് സെറ്റായിട്ട് പയർ തോരൻ. പിന്നെ കപ്പയും വേവാറായി. കപ്പയും കാത്ത ഇളക്കി ഉപ്പൊക്കെ ഇട്ട് സൂപ്പർ കപ്പയെന്ന് തോന്നുന്നു കേട്ടോ. ആ പിന്നെ അടിപൊളി കപ്പ വീട്ടിൽ കൊണ്ടുവന്നതാണ്. 1 കിലോ 50 രൂപ. ആ സൂപ്പർ കപ്പയും ഇപ്പം വീഴും. ഇപ്പം എല്ലാം വെന്തിട്ടമ്മ കാണിച്ചാലേ. അമ്മേ മറ്റേ ചട്ടിയിൽ ഈ ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട് കറി കേട്ടോ. ഞണ്ട് കറി. ഞണ്ട് കറിയൊക്കെ നല്ല വറ്റി നല്ലൊരു ചെറിയ രീതിയിൽ നമ്മൾ വെച്ചേക്കുക. പിന്നെ ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു കഷ്ണം അയില കഷ്ണം അത് വറുത്ത് അതിൻ്റെ കൂടെ മുളക് വറുത്ത്. പിന്നെ നമ്മുടെ പയർ തോരൻ കണ്ട. പിന്നെ നമ്മുടെ കപ്പ അതെ വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ചോറ് ചൂടാക്കാൻ വെച്ചേക്കുക. ചോറ് ചൂടാവുന്നുണ്ട്. കറി ആണ് സെറ്റ്. അപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണാൻ നേരത്ത് കാണിച്ചു തരാം. എല്ലാ മക്കളും ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വായോ. അപ്പം അവർ ചോറുണ്ണാൻ പോവുകയാണ്. അതെ ചോറ് നമുക്ക് ചോറിടാം. ചൂട് ചോറിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കപ്പ നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന കപ്പയാണ്. വണ്ടിക്കാർ കൊണ്ടുവന്നതാണ്. 1 കിലോ 40 രൂപ. നല്ല അടിപൊളി കപ്പ. പിന്നെ നമ്മുടെ സൂപ്പർ പയർ തോരൻ. അടിപൊളി പയർ തോരൻ. അപ്പം പയർ തോരൻ നമുക്ക് തോനെ എടുക്കാം. കണ്ട പയർ തോരൻ അമ്മച്ച് തോനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയല കുട്ടൻ്റെ ഒരു കഷ്ണം വറുത്തവരെ ഇങ്ങോട്ട് എടുക്കാം. 1 മുളക് കൊടുക്കാം. 1 മുളക് മതി. പിന്നെ നമുക്ക് നമ്മുടെ കൊഞ്ചല്ല ഞണ്ട് ചെറിയ ഞണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രുചിയാന്ന് തോന്നുന്നു. നോക്കാം. കറി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഞണ്ട് പറ്റിച്ച ഞണ്ട് കറി ഇതിൻ്റെ പുറത്തോട്ടങ്ങ് ഒഴിച്ച്. അമ്മയ്ക്ക് ഒരുപാട് ചാറും അങ്ങനെ വേണമെന്നില്ല. ഇതൊക്കെ കൂട്ടി അമ്മയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഊണാണ് മക്കളെ. ചോറ്, പയറുതോരൻ, കപ്പ, ഞണ്ട് കറി, അയില വറുത്തത്, നമ്മുടെ മുളക്. അപ്പം ഇത്രയും നമുക്കൊന്ന് കൂട്ടി കഴിച്ച് നോക്കാം. എന്താണെന്നറിയാം. നമുക്ക് ആദ്യം കുറച്ച് കപ്പ എടുക്കാം. എന്നിട്ട് കുറച്ച് ഞണ്ടിൻ്റെ ഗ്രേവി എടുക്കാം. ഞണ്ടിൻ്റെ ഗ്രേവി എന്നിട്ട് ഈ ചൂടാക്കുന്നതുകൊണ്ടല്ല. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. ചൂടോടിരുന്ന് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഇത് ആദ്യം ഇതിനെ ഒന്ന് കഴിച്ച് നോക്കാം. നോക്കട്ടെ. അടിപൊളി. അപ്പം അത് കപ്പ സൂപ്പർ കപ്പ കേട്ടോ. രണ്ടുപേരും വേണം. അപ്പം ഇതും നമ്മുടെ അയില വറുത്തത് എല്ലാം നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ചൂടുണ്ട്. കൈ കൊള്ളുന്നു. ചൂടോടുകൂടി വെച്ച് പിന്നെ വായിലോട്ടിട്ട വേണോ സൂപ്പർ. എല്ലാവരും ഇത്ര കൂടെ കഴിച്ചോ. ഞാനിവിടെ നിന്ന കാര്യം നടന്നിട്ടില്ല. സമാധാനത്തിൽ ഇരുന്ന് സമയമെടുത്ത് ഇവരെ അകത്താക്കണം. അപ്പം കഴിയട്ടെ.
എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അമ്മ 4 മണിക്കുള്ള ചായ ഇടുവാണ്. ചായ ഇട്ടുന്നു. പിന്നെ നമ്മൾ പിന്നെ ഞാൻ മേടിച്ചില്ലായിരുന്നു കമ്പോളം തിന്നില്ല. ചീനി വറക്കുന്ന ചീനി പിന്നെ വറക്കുന്ന സാധനം ഇത് അതിൽ നിന്ന് ഇച്ചിരിച്ച് എടുത്ത് അമ്മ വറുക്കുവാണേ. അപ്പോൾ വറുത്തിട്ട് ചായയൊക്കെ ഇട്ടിട്ട് അമ്മ കാണിക്കും. അപ്പോഴേ മക്കളെ അമ്മ ആ സ്നാക്സൊക്കെ താണ്ടേ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് മേടിച്ച ആ കൊള്ളി കാണിച്ചില്ലായിരുന്നു വറുത്ത്. അതെല്ലാം വറുത്ത് ഇതാ ചായയിട്ട് കൊണ്ടുവന്ന് ഇട്ട്. അപ്പോൾ അമ്മക്ക് ഇത് കഴിച്ച് നോക്കാം. ആദ്യം ഒരു കപ്പ് ചായ കുടിക്കാം. എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? കുടിച്ചില്ലേ പറഞ്ഞാൽ ഇതെല്ലാം ഇത് തരാം, ഇതിൽ നിന്നെല്ലാം ഓരോന്നും തരാം. ചുമ്മാതാ ചായയൊക്കെ തരാം. എന്നിട്ടേ ഈ കൊള്ളി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഇത് ഇച്ചിരി പാടായിരിക്കും, പക്ഷെ ടേസ്റ്റാണ് സംഭവം. അങ്ങനെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഇച്ചിരി ഉപ്പാണ്. ഇത് അധികം കഴിച്ചുകൂടാ, ഇത് അത്ര ഹെൽത്തി അല്ല. അങ്ങനെ വല്ലപ്പോഴും ഇത് കഴിക്കാം. കൊള്ളാം. അപ്പം അമ്മ എടുത്തില്ല കഴിക്കട്ടെ. എല്ലാം മക്കളും രാത്രി ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറേ കഴിക്കുന്നുള്ളൂ. ഇതൊക്കെ കഴിച്ചിട്ട് വയറങ്ങ് നിറഞ്ഞ്. ബാക്കി ചോറുണ്ട്, നമുക്ക് നാളെ പഴഞ്ചോറടിക്കാം. ഇപ്പം 2 കറി ഉണ്ട്. നമ്മൾ 2 കറി കൂടെ കഴിക്കുകയാണ്. ഞണ്ടിൻ്റെ കാലമ്മ എടുക്കുന്നില്ല, ഈ മാംസഭാഗം എടുക്കുന്നുള്ളൂ. അപ്പം 2 കറിയും പിന്നെ അവിടെ പയറുകോരയുണ്ട്. നമ്മുടെ ഉണ്ടമുളകുണ്ട്. നമുക്ക് ഉണ്ടമുളക് എടുക്കാം, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ അമ്മയുടെ രാത്രിത്തെ ഫുഡ് ഇതാണല്ലോ മക്കളെ. ചോറ്, കപ്പ, ഞണ്ട് കറി, ഉണ്ടമുളക്. അപ്പോൾ അമ്മ ഇത് കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.